So dear students, we are continuing with the topics that we have already been discussing, that is about foreign direct investment and foreign institutional investment. So foreign direct investment എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നൊക്കെ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റ്മെൻറ്റ്, അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. Now we have to discuss the difference or the comparison between these two types of foreign investments. Okay, so first of all let us just go through the foreign direct investment and foreign institutional investments. So FDI, foreign direct investment, it is the investment in which foreign funds are brought into a company based in a different country from the investor company's country. അതായത് ഒരു രാജ്യത്തെ കമ്പനി അവർ മറ്റൊരു രാജ്യത്ത് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ കമ്പനിയുടെ ഒരു ഷെയർ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് മെയ്ഡ് ടു ഗെയിൻ ലോങ് ലാസ്റ്റിംഗ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇൻവെസ്റ്റ് എൻ്റർപ്രൈസസിന് അവർക്കൊരു ലോങ് ടേമിൽ കാര്യമായൊരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ നേടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ഒരു ലോങ് ടേം നേച്ചറാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാൻ കാരണം ഒരു ഇൻവെസ്റ്റർ കമ്പനി അവർ എവിടെയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്ന കമ്പനിയുടെ മാനേജ്മെൻറ്റിൽ അല്ലെങ്കിൽ അതിൻ്റെ മേലുള്ളൊരു കൺട്രോളും കൂടെ ഈ ഫോറിൻ കമ്പനിക്ക് കിട്ടും. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ പ്രൈമറി മീൻസ് ഓഫ് അക്വയറിങ് എക്സ്റ്റേണൽ അസിസ്റ്റൻസ്. അപ്പോൾ എക്സ്റ്റേണൽ അസിസ്റ്റൻസും എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു പാർട്ടിസിപ്പേഷനും കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. കമ്മിങ് ടു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്, there what is investing is mainly it is this foreign institutional investment is investing money in financial market. Usually ഈ ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റിൽ different source of funds, different forms of funds are being invested in this foreign institutional investment. അപ്പോൾ അവിടെ നമ്മൾ കണ്ടു സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡിൻ്റെ പെർമിഷൻ വേണം, അല്ലെങ്കിൽ സെബിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞ് മാത്രമേ ആ കമ്പനികൾക്ക് ഇവിടെ കൊണ്ടുവന്ന് ഒരു ഷെയറിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ FDI പോലെ ഒരു ഡയറക്റ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് കൺട്രോള് ഈ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്ന കമ്പനിയുടെ മേൽ ഈ ഫോറിൻ കമ്പനിക്ക് ഇല്ല. അവർക്ക് ആകെപ്പാടെ അതിൻ്റെ ഒരു ഇത്ര ശതമാനം ഷെയറിൽ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും അതിൻ്റെ പ്രോഫിറ്റ് അവർക്ക് ഗെയിൻ ചെയ്യുകയും ചെയ്യാം. ഇറ്റ് ഇൻക്ലൂഡ്സ് ബാങ്ക്സ്, മ്യൂച്വൽ ഫണ്ട്സ്, ഇൻഷുറൻസ് കമ്പനീസ്, ഹെഡ്ജ് ഫണ്ട്സ്, ഇതെല്ലാം ഈ FIIയിൽ വരുന്നു. അപ്പോൾ ഈ പറയുന്ന ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് മാർക്കറ്റ് ട്രെൻഡ് അപ്വേർഡ് മൂവ്മെൻറ്റ് കാണിക്കും. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുന്നതനുസരിച്ച് നമ്മുടെ മാർക്കറ്റിൻ്റെ ഒരു അല്ലെങ്കിൽ കൺട്രിയുടെ ഇക്കോണമിയുടെ ട്രെൻഡ് എന്ന് പറയുന്ന ഒരു ഡൗൺവേർഡ് മൂവിങ് ട്രെൻഡായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കോണമിയുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റ്മെൻറ്റിനുണ്ട്. അതല്ലാണ്ട് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്ന കമ്പനിയുടെ മേൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ ഒരു ഷെയർ ഇൻ ദ ഫോം ഓഫ് ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നതുകൊണ്ട് കാര്യമായൊരു മാനേജ്മെൻറ്റ് കൺട്രോളൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റ്മെൻറ്റിനെയും കുറിച്ച് വളരെ സമ്മറൈസ് ചെയ്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഇതെല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. Now we have to look upon the key differences between FDI and FII. അപ്പോൾ എന്തൊക്കെയാണ് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ? ഫസ്റ്റ്, ബോത്ത് FDI ആൻഡ് FII ആർ ഫോംസ് ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ പറഞ്ഞു ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. രണ്ട് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റും ഫോറിൻ നേച്ചറാണ്. ഇവർ രണ്ടുപേരും ചെയ്യുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് ദേ ആർ ഇൻവെസ്റ്റിംഗ് ഇൻ അവർ നേഷൻ ഓർ ഇൻ സം അതർ നേഷൻ. Okay, but they have some difference in nature, target, consequences. അപ്പോൾ അതിൻ്റെ നേച്ചറിൽ, അതിൻ്റെ ടാർജറ്റിൽ, അതിൻ്റെ ഫോം ഓഫ് ആക്ടിവിറ്റിയിലൊക്കെ കാര്യമായൊരു ഡിഫറൻസ് ഉണ്ട്. സോ ഫസ്റ്റ് ഡിഫറൻസസ്, FDI means investment made by a company in the company situated outside the country. ഒരു രാജ്യത്തെ കമ്പനി മറ്റൊരു രാജ്യത്തുള്ള ഒരു കമ്പനിയിൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനെയാണ് FDI എന്ന് പറയുന്നത്. ബട്ട് FII is when investors commonly in the form of institutions invest in a country's financial market. FII വരുമ്പോഴത്തേക്കും മറ്റൊരു രാജ്യത്തിൻ്റെ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഒരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുമ്പം അതിനെയാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഡയറക്റ്റ് ആയിട്ടൊരു കമ്പനിയിൽ മറ്റൊരു കമ്പനിയുടെ ഷെയറും കൂടെ വരുന്നില്ല. അതർ ദാൻ ദാറ്റ് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഫിനാൻഷ്യൽ ഫണ്ട്സ് ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റ്മെൻറ്റിൽ വരുന്നത്.
അതുപോലെ കമ്പാരിറ്റീവ്ലി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് എ വേ ടു മേക്ക് ക്വിക്ക് മണി ബിക്കോസ് എൻട്രി ആൻഡ് എക്സിറ്റ് ടു ദ സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് വെരി ഈസി. അവിടെ പ്രത്യേകിച്ച് നമ്മൾ FDI പറഞ്ഞപ്പോൾ പറഞ്ഞു ഓട്ടോമാറ്റിക് റൂട്ടുണ്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് റൂട്ടുണ്ട്. ചില സെക്ടേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ പെർമിഷൻ മേടിക്കണം. ഈ FIIയുടെ കാര്യത്തിൽ ക്വിക്കായിട്ട് പ്രോഫിറ്റ് അല്ലെങ്കിൽ ക്വിക്ക് മണി ഏൺ ചെയ്യാൻ പറ്റുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റ്മെൻറ്റിലാണ്. അതുപോലെ തന്നെ ഷോർട്ട് ടൈമിൽ എത്ര ചെറിയ ടൈം പീരീഡിൽ പോലും ഇത് തിരിച്ചെടുക്കാനായിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റും. അപ്പം എക്സിറ്റും എൻട്രിയും വളരെ ഈസി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണം അല്ലെങ്കിൽ പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റുന്ന FIIയിലാണ്. FDIയിൽ എൻട്രി എക്സിറ്റ് അത്ര എളുപ്പമല്ല. ഒരു എൻട്രി ചെയ്യണമെങ്കിൽ തന്നെ പെർമിഷൻ വേണം. എക്സിറ്റ് ആണെങ്കിലും ആ ഒരു ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടേക്കുന്ന കമ്പനിയിൽ ഒരുപാട് ഫോർമാലിറ്റീസും റെഗുലേഷൻസും ഒക്കെ ഫോളോ ചെയ്ത് മാത്രമേ അവർക്ക് എക്സിറ്റ് ചെയ്യാനാണെങ്കിൽ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ അടുത്ത പോയിന്റും അതിനോട് അനുബന്ധിച്ച് തന്നെ FDI ബ്രിങ്സ് ലോങ് ടേം ക്യാപിറ്റൽ ഇൻ ദ ഇൻവെസ്റ്റിംഗ് കമ്പനി വേറാസ് FII മേ ബ്രിങ് ലോങ് ഓർ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഇൻ ദ കൺട്രി. അപ്പോൾ FDI യൂഷ്വലി ഒരു ലോങ് ടേം ക്യാപിറ്റൽ ബേസ്ഡ് ആണ്. FII എന്ന് പറയുന്നത് ലോങ് ടേമിലോ ഷോർട്ട് ടേമിലോ ക്യാപിറ്റൽ ഫോം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. Another one is in case of FDI, there is transfer of funds, resource, technology, strategy, know-how, business tactics, etc. നമ്മൾ പറഞ്ഞു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ഒരു കമ്പനി അവരുടെ ഒരു ഷെയർ പണം മാത്രമല്ല അല്ലെങ്കിൽ ഫണ്ടോ മണി റേസ് ചെയ്യുന്നത് മാത്രമല്ല, അതിനേക്കാൾ ഉപരി നോളജ് ട്രാൻസ്ഫർ, അതുപോലെ ബിസിനസ് എക്സ്പെർട്ടൈസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഈ പറയുന്ന ഫോറിൻ കമ്പനിയുടെ സ്ട്രാറ്റജീസ് മനസ്സിലാക്കാനായിട്ട് പറ്റും. റിസോഴ്സസ്, ഫോറിൻ കമ്പനീസ് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസും റിസോഴ്സസും നമ്മുടെ ഡൊമസ്റ്റിക് കൺട്രീസിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്ന കമ്പനി വഴി നമ്മുടെ രാജ്യത്തും അത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ FDI എന്ന് പറയുന്ന അവിടെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് പണം മാത്രമല്ല, വേറെ ഒരുപാട് റിസോഴ്സസ് ഇൻ ദ ഫോം ഓഫ് ഫണ്ട്സ്, ടെക്നോളജി, സ്ട്രാറ്റജി, അങ്ങനെ ഒത്തിരി റിസോഴ്സ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ വേറെ ഒന്നുമില്ല, ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ് ഉള്ളി. ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഫണ്ട് അല്ലെങ്കിൽ ഇൻ ദ ഫോം ഓഫ് മണി അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നു, അവിടെ നിന്ന് ഗെയിൻ ഏൺ ചെയ്യുന്നു. അപ്പോൾ ഒരു ഫണ്ട് റേസിംഗ് മാത്രമാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അനദർ വൺ ഈസ് FDI ഇൻക്രീസ് ജോബ് ഓപ്പർച്യൂണിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരും. കാരണം ഒരു ഫോറിൻ കമ്പനി നമ്മുടെ ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുമ്പം അവിടെ മാൻ പവർ വേണം, അവിടെ റിസോഴ്സസ് വേണം. അപ്പോൾ അതനുസരിച്ച് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വരും. അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള റോഡ്, ട്രാൻസ്പോർട്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഒത്തിരി വരും. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്ന രാജ്യത്ത് ഒരുപാട് ഗെയിൻ, ഒരുപാട് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരും. ബട്ട് FIIയുടെ കാര്യത്തിൽ ഇങ്ങനെയുള്ള ഒരു അഡീഷണൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ഫണ്ട് അല്ലെങ്കിൽ ഷെയർ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അവിടെ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് അവർ തിരിച്ചെടുക്കുന്നു. സോ ഓക്കെ, നെക്സ്റ്റ് ഇസ് FDI റിസൾട്ട് ഇൻ ഇൻക്രീസ് ഇൻ കൺട്രീസ് പ്രൊഡക്ടിവിറ്റി, FII റിസൾട്ട് ഇൻ ഇൻക്രീസ് ഇൻ കൺട്രീസ് ക്യാപിറ്റൽ. അപ്പം രാജ്യത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും രാജ്യത്തിൻ്റെ ഇക്കണോമിക് ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വഴിയാണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് മോർ കോൺസെൻട്രേറ്റഡ് ഓൺ ഇൻക്രീസിങ് ദ കൺട്രീസ് ക്യാപിറ്റൽ റിസോഴ്സ്. ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ക്യാപിറ്റൽ റിസോഴ്സ് ഗെയിൻ ചെയ്യുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നത്. And another is FDI obtains management control in the company. FII does not enable any control. അതായത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് FDI ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഒരു ഇൻവെസ്റ്റ് ചെയ്യുമ്പം അവിടെ ആ കമ്പനിയുടെ മാനേജ്മെൻറ്റിലും ആ കമ്പനിയുടെ അല്ലെങ്കിൽ ആ രാജ്യത്ത് വരുന്ന ടോട്ടലായിട്ടുള്ള എന്ത് മാറ്റങ്ങളും ഈ ഒരു ഫോറിൻ കമ്പനിയുടെ ഒരു ഇൻഫ്ലുവൻസും അല്ലെങ്കിൽ ഈ പറയുന്ന ഫോറിൻ കമ്പനിയുടെ ഒരു ഇൻഫ്ലുവൻസ് മൊത്തത്തിൽ എക്കോണമിയുടെ ഡെവലപ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ അവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ കൺട്രോള് ഒരു ഭാഗം ഈ ഫോറിൻ കമ്പനിയുടെ കയ്യിലും കൂടി ആയിരിക്കും. പക്ഷേ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റ്മെൻറ്റിൽ അങ്ങനെയുള്ള ഒരു കൺട്രോളിങ്ങോ അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് പവർ ട്രാൻസ്ഫറിങ്ങോ ഇൻഫ്ലുവൻസിങ്ങോ ഒന്നുമില്ല. ദേ ക്യാൻ ഇൻവെസ്റ്റ്, ദേ ക്യാൻ ടേക്ക് ബാക്ക് ദ പ്രോഫിറ്റ്. സോ ദീസ് ആർ ദ മേജർ ഡിഫറൻസസ് ബിറ്റ്വീൻ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി ഈ ഒരു രണ്ട് കേസും വളരെ സിമ്പിളായിട്ട് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കാം. അപ്പോൾ രണ്ട് കേസ് നമുക്ക് എടുക്കാം. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് കൺട്രി എക്സ് ഉണ്ട്, കൺട്രി വൈയും ഉണ്ട്. ഇനി രണ്ട് രാജ്യത്തും രണ്ട് കമ്പനികൾ, കമ്പനി എ എന്ന് പറയുന്ന വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വെൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനി കൺട്രി എക്സിലുണ്ട്. ഇനി രണ്ടാമത്തെ കൺട്രി വൈയിൽ ഒരു കമ്പനി ബി, അതും വളർന്നു വന്നുകൊണ്ടിരിക്കുന്നതാണ്, പുതിയൊരു കമ്പനിയാണ്, അത് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഒന്നും ആയില്ല, ഗ്രോയിങ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ കമ്പനി
അപ്പോൾ ഈ രണ്ട് കമ്പനി ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക് കാർസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ കമ്പനി എ ഓൾറെഡി വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അവർ വളരെ ഗുഡ് ക്വാളിറ്റി ഇലക്ട്രിക് കാർസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. കമ്പനി ബി വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കൺട്രി വൈ എന്ന് പറയുന്ന രാജ്യത്ത് ഈ കൺട്രി ബി ഇലക്ട്രിക് കാറിൽ സെയിലൊക്കെ തുടങ്ങി വരുന്നു. അപ്പോഴാണ് കമ്പനി എക്ക് തോന്നിയത് ഇവർക്കൊരു പ്ലാൻ, ദേ പ്ലാൻ ടു ടേക്ക് ഓവർ കമ്പനി ബി. കാരണം കമ്പനി ബി കൺട്രി വൈയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നല്ലൊരു സാധ്യത ഉള്ള രാജ്യമാണ്. അപ്പോൾ അവിടെ ഈ കമ്പനി ബി ഇലക്ട്രിക് കാർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന കമ്പനി എയെ ടേക്ക് ഓവർ ചെയ്യാൻ. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഈ കമ്പനി ബിയിൽ കാര്യമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഈ കമ്പനിയെ. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്തു, ഇവർ ഓൾറെഡി ഈ ഒരു കമ്പനിയെ ഓൾറെഡി ഇലക്ട്രിക് കാർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് വളരെ പ്രോഫിറ്റബിൾ ആയിട്ട് ഈ ഒരു പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സെയിം പ്രോസസ്സ് ഈ കമ്പനി ബിയിൽ കൺട്രി വൈയിൽ ഇവർ വന്ന് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ്, ബെറ്റർ എൻഡ് പ്രോഡക്റ്റ് കൂടുതൽ ലാഭകരമായിട്ട് ഈ രാജ്യത്ത് ഇവർക്ക് വന്ന് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഇവരെന്താ ചെയ്തത്, they make an investment in this company. Company A make an investment in this company and they started to function or they started to perform the same function which they are taking part in country X. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിനെ നമുക്ക് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയാം. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ ഒരു ഫിഗർ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ വെച്ച് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇതുപോലെ നമുക്ക് അടുത്തത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കാം. അവിടെയും കൺട്രി എക്സും ഉണ്ട്, കൺട്രി വൈയും ഉണ്ട്. ഇനി കൺട്രി എക്സിൽ ബാങ്ക് എ എന്ന് പറയുന്ന ഒരു ബാങ്ക്, ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അവർ വളരെ ഹ്യൂജ് ആയിട്ടുള്ളൊരു ബാങ്കാണ്, നല്ല പല മേഖലകളിലും ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ദിസ് ഈസ് എ വെരി റെപ്യൂട്ടഡ് ബാങ്ക്. ഇനി കൺട്രി വൈ എടുക്കുന്നു, അവിടെ ഒരു കമ്പനിയുണ്ട്, കമ്പനി ബി. സോ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്, അതായത് പ്രോഫിറ്റബിളായിട്ട് നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്നു. അവിടെ ആവശ്യത്തിന് മാൻ പവർ ഉണ്ട്, ആവശ്യത്തിന് ടെക്നോളജിയൊക്കെ ഉണ്ട്. ദേ ആർ ലുക്കിംഗ് ഫോർ ഫ്യൂ ഇൻവെസ്റ്റേഴ്സ്. ഇവർ പുതിയ ഇൻവെസ്റ്റേഴ്സിനെ നോക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ക്യാപിറ്റൽ, അപ്പോൾ ഇവർക്ക് കൂടുതൽ പണം ക്യാപിറ്റൽ റേസ് ചെയ്താൽ ഇവർക്ക് കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ഇവരുടെ ബിസിനസ്സൊക്കെ ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടോ എന്ന് ഈ കമ്പനി ബി നോക്കി നിൽക്കുകയാണ്. അന്നേരമാണ് ബാങ്ക് നോക്കിയപ്പോൾ അവർക്ക് ആവശ്യത്തിന് നല്ല ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ ബാങ്ക് എക്ക് മനസ്സിലായി ഈ കമ്പനി അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്, ഇത് നന്നായിട്ട് വളരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവർ കമ്പനി ബിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഈ കമ്പനി ബിയുടെ 10% ഷെയർ ബാങ്ക് എ മേടിച്ചു. അപ്പോൾ ഈ വേറൊരു രാജ്യത്തുള്ള ഒരു ബാങ്ക്, ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അവർ ഇവിടെ ഒരു കമ്പനിയിൽ അവരുടെ ഒരു ഷെയർ മേടിച്ചു. അപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം ഇവിടെ നടന്നിട്ടുണ്ട്. 10% ഷെയർ ഈ ബാങ്ക് എടുത്തു. ഇനി എന്താ ചെയ്യുന്നത്, ബാങ്കിന് ഇനി ഒന്നും ചെയ്യേണ്ട, ബാങ്ക് അവിടെ വെറുതെ ഇരുന്നാൽ മതി. കാരണം കമ്പനിയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, കമ്പനി അവിടെ പ്രൊഡക്ഷൻ നടക്കുന്നു, ക്യാപിറ്റൽ ഇവരുടെ നിന്നുള്ള ഫിനാൻഷ്യൽ ക്യാപിറ്റലും കൂടി ഇവിടെ വന്നു. അപ്പോൾ ആ ക്യാപിറ്റലും കൂടി ഉപയോഗിച്ച് ഈ കമ്പനി ബി കൂടുതൽ ഫങ്ഷൻ ചെയ്യുകയും കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുന്നു, കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. ചുമ്മാ ഈ ബാങ്കിലൊന്നും ചെയ്യേണ്ട, ബാങ്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്തു, ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തു, എന്നിട്ട് വെറുതെ ഇരിക്കുന്നു. ഇനി എന്നെങ്കിലും ബാങ്ക് എക്ക് തോന്നുവാണ് ഓക്കെ കമ്പനി ബിയുടെ റെപ്യൂട്ടേഷൻ കുറഞ്ഞു വരുന്നു, കാര്യമായ ഒരു പെർഫോമൻസ് ഇല്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെർഫോമൻസ് ഗ്രാഫ് താഴോട്ട് വരുന്നു എന്ന് തോന്നിയാൽ എപ്പോൾ വേണമെങ്കിലും എക്ക് ആ ഷെയർ സെല് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ദിസ് ഈസ് ദ സിറ്റുവേഷൻ ഓഫ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്. സോ this is an example which shows the foreign institutional investment between two countries. The previous one is the example that shows the foreign direct investment between the two countries. So this is all about difference between foreign direct investment and foreign institutional investment.